ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ തുടരുകയാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം പാമ്പാടിയിലെ പൊതുസമ്മേളന വേദിയിൽ സംസാരിക്കുകയാണ്. തത്സമയം ദിവസവും നേരിടേണ്ടി വരുന്ന ആളുകളാണ് ഈ ചെറുകിട റബ്ബർ കർഷകർ എന്ന് പറയുന്നവർ. The left front made a commitment to these farmers some years back. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ മുന്നണി ഈ റബ്ബർ കർഷകരോട് അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. In their 2016 manifesto, they promised that they will maintain rubber prices at 250 rupees. അവരുടെ 2016 പ്രകടന പത്രികയിൽ അവരുടെ വാഗ്ദാനം നൽകുകയുണ്ടായി 250 രൂപയായി റബ്ബറിന്റെ വില നിലനിർത്തുമെന്നത്. And you know the reality of what happened. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്നതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. They did not fulfill their promise over the last 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായി അവരവരുടെ വാഗ്ദാനം പാലിച്ചിട്ടില്ല. And in 2026 they have announced a price of 200 rupees. അത് മാത്രമല്ല 2026 അവര് 200 രൂപ എന്ന വിലയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. When today the market price is 220. ഇന്ന് മാർക്കറ്റ് പ്രൈസ് വിപണിയിലെ വില എന്ന് പറയുന്നത് 220 രൂപയാണ്. We are not in the business of making fake promises. ഞങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതിലുള്ള ആളുകളല്ല. We are in the business of protecting our farmers. ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കുന്ന ആളുകളാണ്. And making sure that their lives are easier and more comfortable. നമ്മുടെ നാട്ടിലെ കർഷകരുടെ ജീവിതം എളുപ്പമുള്ളതും അവർക്ക് കൂടുതൽ സുഖകരമായ ഒരു ജീവിതം ഉറപ്പാക്കുക എന്നതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. That is why the first cabinet meeting of the next UDF government will fix the price of rubber at 250 rupees. അതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇനി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ റബ്ബറിന്റെ വില ഞങ്ങൾ 250 രൂപയായി പ്രഖ്യാപിച്ചിരിക്കും. In fact, that will be the first decision that the cabinet of Kerala is going to take when it is formed. അത് മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ക്യാബിനറ്റ് എടുക്കാൻ പോകുന്ന ആദ്യത്തെ തീരുമാനം അതായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. In our manifesto we have said that we will raise the price to 300 rupees a kilo. അത് മാത്രമല്ല ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ വില കിലോയ്ക്ക് 300 രൂപയായി ഞങ്ങൾ ഉയർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And it is our commitment that on the first day of the new government the price will be 250 and then it will go up to 300. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഐക്യ ജനാധിപത്യ ഗവൺമെന്റ് മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം റബ്ബറിന്റെ വില 250 രൂപയായിരിക്കും. അത് മാത്രമല്ല അതിനുശേഷം റബ്ബറിന്റെ വില 300 രൂപയായി ഉയരുകയും ചെയ്യും. And we are doing this because we believe that farmers and laborers are the foundation of this state and of our country. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.